നമസ്കാരം, ഞാൻ ഗോപകുമാർ. വെൽക്കം ടു M4 Maths. CBSE ക്ലാസ് 10ലെ തേർഡ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പാർട്ട് 9 വീഡിയോ ആണിത്. പാർട്ട് 1 മുതൽ പാർട്ട് 8 വരെ കണ്ടതിനു ശേഷം പാർട്ട് 9 കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. രണ്ട് ലീനിയർ ഇക്വേഷൻസിന്റെ ഗ്രാഫും അതുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. a1x plus b1y is equal to c1. ഇതൊരു ലീനിയർ ഇക്വേഷൻ ആണ്. a2x plus b2y is equal to c2. അടുത്ത ലീനിയർ ഇക്വേഷൻ a2x plus b2y is equal to c2. സെക്കൻഡ് ലീനിയർ ഇക്വേഷൻ a1 by a2 not equal to b1 by b2. Then pair of linear equations is consistent with unique solution. കൺസിസ്റ്റൻസിയായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞ വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അത് പഠിച്ചതിന് ശേഷം ഇത് പഠിക്കാൻ ശ്രമിക്കുക. a1 by a2 not equal to b1 by b2. Then pair of linear equation is consistent with unique solution. ഈ രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്താൽ നമുക്ക് എക്സിനും വൈക്കും ഓരോ സൊല്യൂഷൻ കിട്ടും. a1 by a2 not equal to b1 by b2 ആണെങ്കിൽ ആ രണ്ട് ഗ്രാഫും കൂടി ഇന്റർസെക്റ്റിംഗ് ആയിരിക്കും. ലൈൻസ് ആർ ഇന്റർസെക്റ്റിംഗ്. രണ്ട് ഗ്രാഫും തമ്മിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ പ്രോപ്പർട്ടീസ് ഓർത്തു വെക്കുക. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ഒരു ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫ്, അടുത്തൊരു ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫ് ഇങ്ങനെ ആയാൽ ഈ രണ്ട് ലൈൻസും കൂടി ഈ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തു. ഇതിനെ മാർക്ക് ചെയ്താൽ 1, 2, 3, 4, 5, 6 ഇങ്ങനെ മാർക്ക് ചെയ്യാം. 0, 1, 2, 3, 4, 5, 6. ഇത് ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് എക്സ് ആക്സിസിൽ 5 എന്ന് പറയുന്ന പോയിന്റിലും വൈ ആക്സിസിൽ 6. ഇതിനെ കോർഡിനേറ്റ്സ് ആയിട്ട് എഴുതാൻ 5, 6 എന്ന് എഴുതാം. 5, 6. രണ്ട് ലീനിയർ ഇക്വേഷൻസ് നമ്മൾ ഗ്രാഫ് വരച്ചാൽ അത് ഏതെങ്കിലും ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നതെങ്കിൽ അതിന് കൺസിസ്റ്റന്റ് ഇക്വേഷൻ എന്ന് പറയാം. കൺസിസ്റ്റന്റ് വിത്ത് യൂണിക് സൊല്യൂഷൻ. a1 by a2 not equal to b1 by b2. a1 by a2 not equal to b1 by b2 റേഷ്യോയിലാണ് ഇക്വേഷൻസ് ഉള്ളതെങ്കിൽ ലൈൻസ് ഇന്റർസെക്റ്റിംഗ് ആയിരിക്കും. ഇന്റർസെക്റ്റിംഗ്, രണ്ട് ലൈനും കൂടി ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യും. 3 കേസാണുള്ളത്. ഒന്ന് ഇന്റർസെക്റ്റിംഗ് ലൈൻസ്, ഇന്റർസെക്റ്റിംഗ്. സെക്കൻഡ് കേസ് കോയിൻസിഡന്റ് ലൈൻസ്, coincident lines. 3 parallel lines. First, a1 by a2 not equal to b1 by b2. The lines are intersecting. Second case നോക്കാം. Coincident lines. a1x plus b1y is equal to c1. ഒരു ലീനിയർ ഇക്വേഷനും സെക്കൻഡ് ലീനിയർ ഇക്വേഷൻ a2x plus b2y is equal to c2. ഈ രണ്ട് ലീനിയർ ഇക്വേഷനെയും a1 by a2 is equal to b1 by b2 is equal to c1 by c2 റേഷ്യോയിൽ എഴുതാൻ കഴിയുമെങ്കിൽ ആ ലൈൻസ് കോയിൻസിഡന്റ് ലൈൻസ് ആയിരിക്കും. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് is consistent with infinitely many solutions. a1 by a2 is equal to b1 by b2 is equal to c1 by c2 ആണെങ്കിൽ ഇക്വേഷൻസ് കൺസിസ്റ്റന്റ് ആയിരിക്കും. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് കേസ് a1 by a2 not equal to b1 by b2, then system of equation is consistent with unique solution. Unique solution, only one solution. Lines are intersecting. Case 2, a1 by a2 is equal to b1 by b2 is equal to c1 by c2, consistent with the infinite number of solutions. Equations are consistent ആയിരിക്കും. Infinite number of solutions ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ലൈൻസ് കോയിൻസിഡന്റ് ലൈൻസ് ആയിരിക്കും. കോയിൻസിഡന്റ് ലൈൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫും സെയിം പോയിന്റ്സിൽ കൂടി പാസ് ചെയ്ത് പോകുന്നെങ്കിൽ അത് കോയിൻസിഡന്റ് ലൈൻസ് എന്ന് പറയാം. വൺ ആൻഡ് ദ സെയിം ലൈൻ. ഒരു എക്സാമ്പിൾ കാണിക്കാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഫസ്റ്റ് ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. സെക്കൻഡ് ലീനിയർ ഇക്വേഷന്റെ ഗ്രാഫും വരയ്ക്കുക. അത് ആ സെയിം ലൈനിൽ കൂടി പാസ് ചെയ്ത് പോകുന്നെങ്കിൽ, സെയിം ലൈനിൽ കൂടി സെയിം പോയിന്റ്സുകളിൽ കൂടി പാസ് ചെയ്ത് പോകുന്നെങ്കിൽ അതിനെ കോയിൻസിഡന്റ് ലൈൻസ് എന്ന് പറയും. വൺ ആൻഡ് ദ സെയിം ലൈൻ. ഫസ്റ്റ് ഗ്രാഫ് ബ്ലൂ ലൈൻ,
second graph green line. രണ്ട് ഗ്രാഫ് വരയ്ക്കുമ്പോഴും സെയിം പോയിന്റ്സ് കൂടി പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ അതിനെ കോയിൻസിഡന്റ് ലൈൻസ് എന്ന് പറയും. സെയിം പോയിന്റ്സിൽ കൂടി പാസ് ചെയ്ത് പോകണം. വൺ ആൻഡ് സെയിം ലൈൻ, അതാണ് കോയിൻസിഡന്റ് ലൈൻസ്. വൺ ആൻഡ് ദ സെയിം ലൈൻ, കോയിൻസിഡന്റ് ലൈൻസ്. A1 by A2 is equal to B1 by B2 is equal to C1 by C2. Then lines are coincident lines. Equation is consistent with infinitely many solutions. ഈ പ്രോപ്പർട്ടീസ് നന്നായിട്ട് ഓർത്തു വെക്കുക. ഗ്രാഫ് ചെയ്യണമെങ്കിൽ ഈ പ്രോപ്പർട്ടീസ് എല്ലാം അറിഞ്ഞിരിക്കണം. തേർഡ് കേസ്, പാരലൽ ലൈൻസ്. A1x plus B1y is equal to C1. A2x plus B2y is equal to C2. രണ്ട് ലീനിയർ ഇക്വേഷൻസ് ആണെങ്കിൽ A1 by A2 is equal to B1 by B2 not equal to C1 by C2 റേഷ്യോയിലാണെങ്കിൽ അതിന് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ is inconsistent, no solution. Pair of equation is inconsistent, no solutions. A1 by A2 is equal to B1 by B2 not equal to C1 by C2 ആണെങ്കിൽ lines parallel ആയിരിക്കും. Third case. First case, A1 by A2 not equal to B1 by B2, lines are intersecting, consistent with unique solution. Second case, A1 by A2 is equal to B1 by B2 is equal to C1 by C2. Equations are consistent with infinite number of solutions. Lines are coincident lines. Third case, A1 by A2 is equal to B1 by B2 not equal to C1 by C2. Then the system of equations is inconsistent, no solution. Lines are parallel. X-axis, Y-axis, inconsistent equation ആണെങ്കിൽ ഒരു ലൈൻ ഇങ്ങനെയാണെങ്കിൽ അടുത്തൊരു ലൈൻ ഈ രീതിയിലായിരിക്കും പോകുന്നത്. ഇത് തമ്മിൽ ഈ രണ്ട് ലൈൻസും തമ്മിൽ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. ഒറ്റ ലൈനിൽ വരികയോ ഈ രണ്ട് ലൈൻസ് തമ്മിൽ കൂട്ടുമുട്ടുകയോ ഇല്ല. ഇന്റർസെക്ട് ചെയ്യില്ല, വൺ ആൻഡ് ദ സെയിം ലൈൻ ആകില്ല, എപ്പോഴും പാരലൽ ആയിട്ട് ഇരിക്കും. ഇതാണ് ഇൻകൺസിസ്റ്റന്റ് ഇക്വേഷൻസ്. നോ സൊല്യൂഷൻ, എക്സിനോ വൈക്കോ ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ല. ലൈൻസ് ആർ പാരലൽ. ഈ മൂന്ന് കേസും നന്നായിട്ട് മനസ്സിലാക്കി വെച്ചതിന് ശേഷം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ മൂന്ന് പ്രോപ്പർട്ടിയും ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ ബേസ് ചെയ്ത് എപ്പോഴും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നന്നായി പഠിച്ചു വെക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആർ കൺസിസ്റ്റന്റ്? Obtain the solution in each case graphically. 2x plus y minus 6 equal to 0. 4x minus 2y minus 4 is equal to 0. NCERT textile 3.2 exercise 3.2 fourth പാർട്ടിൽ തേർഡ് ക്വസ്റ്റ്യൻ ആണിത്. ആദ്യം തന്നിട്ടുള്ള ഇക്വേഷൻസ് കൺസിസ്റ്റന്റ് ആണോ എന്ന് നോക്കുക. ഫസ്റ്റ് ഇക്വേഷൻ 2x plus y minus 6 equal to 0. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് 2x plus y is equal to 6 എന്ന് എഴുതാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള -6, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എഴുതുമ്പോൾ +6 എന്ന് എഴുതാം. 0 plus 6, 6. സെക്കൻഡ് ഇക്വേഷൻ 4x minus 2y is equal to 4 എന്ന് എഴുതാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള -4, റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എഴുതുമ്പോൾ 0 plus 4, 4 എന്ന് കിട്ടും. 4x minus 2y is equal to 4. ഇത് കൺസിസ്റ്റന്റ് ആണോ ഇൻകൺസിസ്റ്റന്റ് ആണോ നോക്കുക. A1 by A2 is equal to A1 2, A2 4 is equal to 1 by 2. ക്യാൻസൽ ചെയ്യുക 1 by 2. 4ഉം 2 കൂടെ ക്യാൻസൽ ചെയ്തു 1 by 2. B1 by B2, B1 by B2, B1 വൈയുടെ കോഎഫിഷ്യന്റ് 1, B2 സെക്കൻഡ് ഇക്വേഷനിലെ വൈയുടെ കോഎഫിഷ്യന്റ് -2, -2. A1 by A2 1 by 2 ആണ്. B1 by B2 -1 by 2 ആണ്. ഇത് രണ്ടും സെയിം അല്ല, വാല്യൂ ഡിഫറന്റ് ആണ്. A1 by A2 not equal to B1 by B2. A1 by A2 not equal to B1 by B2. Therefore, system of equation is consistent with unique solution. A1 by A2 not equal to B1 by B2. The system of equation is consistent. Unique solution. മൂന്ന് കേസ് നമ്മൾ കണ്ടു. അതിൽ
ഫസ്റ്റ് കേസ് പറഞ്ഞതാണ് a1 by a2 not equal to b1 by b2. a1 by a2 not equal to b1 by b2, the system of equations are consistent with unique solution. Consistent ആണെങ്കിൽ ഗ്രാഫിക്കൽ ആയിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് പഠിച്ചിട്ടുണ്ട്, എലിമിനേഷൻ മെത്തേഡ് പഠിച്ചു, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് പഠിച്ചു. ഇത് ഫോർത്ത് മെത്തേഡ്. ഗ്രാഫിക്കലായിട്ട് എക്സും വൈയും സോൾവ് ചെയ്യണം. ഫസ്റ്റ് ഇക്വേഷൻ കൺസിഡർ ചെയ്യുക. 2x പ്ലസ് y ഈസ് ഈക്വൽ ടു 6. എക്സ് കോർഡിനേറ്റ് എന്ന് എഴുതുക, y കോർഡിനേറ്റ് എന്ന് എഴുതുക. ഫസ്റ്റ് ഇക്വേഷനിൽ എക്സിന് 0 കൊടുക്കുക. പുട്ട് എക്സ് ഈക്വൽ ടു 0. എക്സിന് 0 കൊടുക്കുമ്പോൾ 2 into 0, 2 into 0, 0. 0 plus y is equal to 6 എന്ന് കിട്ടും. y is equal to 6. എക്സിന് 0 അപ്ലൈ ചെയ്തു, yക്ക് കിട്ടിയ റിസൾട്ട് 6. നെക്സ്റ്റ് കേസിൽ yക്ക് 0 കൊടുക്കുക. 2x plus yക്ക് 0 കൊടുക്കുമ്പോൾ 0 is equal to 6. 2x is equal to 6 എന്ന് കിട്ടും. 2x is equal to 6. x is equal to 6 divided by 2. 6 divided by 2. 6 divided by 2, 3. yക്ക് 0 അപ്ലൈ ചെയ്തു, എക്സിന്റെ വാല്യൂ 3 കിട്ടി. എപ്പോഴും സീറോസ് കൊടുക്കുന്നതാണ് നല്ലത്. എക്സിന് 0 കൊടുക്കുക, y 0 കൊടുക്കുക. അല്ലെങ്കിൽ ടേബിൾസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എക്സിന് ഡിഫറെന്റ് വാല്യൂസ് കൊടുത്ത് ചെയ്യേണ്ടി വരും. എക്സിന് 5 or 6 വാല്യൂസ് കൊടുക്കേണ്ടി വരും. എക്സിനും വൈക്കും 0 കൊടുത്താലുള്ള ഗുണം എന്ന് പറയുന്നത് ആക്സിസ് കട്ട് ചെയ്ത് പോകുന്ന പോയിന്റ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എക്സ് ആക്സിസും വൈ ആക്സിസും കട്ട് ചെയ്ത് പോകുന്ന പോയിന്റ് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നത് കൊണ്ട് എപ്പോഴും എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും 0 അപ്ലൈ ചെയ്താൽ 2 പോയിന്റ്സ് കൊണ്ട് തന്നെ ഗ്രാഫ് വരയ്ക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എക്സിന് ഡിഫറെന്റ് വാല്യൂസ് കൊടുത്ത് കുറേയേറെ വാല്യൂസ് ഇതുപോലെ ടേബിൾ ഉണ്ടാക്കേണ്ടി വരും. അതിന്റെ ആവശ്യമില്ല. സെക്കൻഡ് ഇക്വേഷൻ നോക്കുക. 4x minus 2y is equal to 4. x കോർഡിനേറ്റ്, y കോർഡിനേറ്റ്. എക്സിന് 0 കൊടുക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ 4 into 0, 0. 0 minus 2y is equal to 4. y is equal to 4 divided by minus 2. Cancel ചെയ്യുക. y is equal to minus 2. എക്സിന് 0 അപ്ലൈ ചെയ്താൽ വൈയുടെ വാല്യൂ -2. അടുത്ത സെക്കൻഡ് ഇക്വേഷനിൽ yക്ക് 0 കൊടുക്കുക. പുട്ട് y is equal to 0. yക്ക് 0 കൊടുക്കുമ്പോൾ 4x minus 2 into 0, 0. 4x is equal to 4 എന്ന് എഴുതാം. x is equal to 4 divided by 4 is equal to 1. x 1. yക്ക് 0 അപ്ലൈ ചെയ്തു, xന്റെ റിസൾട്ട് 1 കിട്ടി. ഈ രണ്ട് ലൈൻസിന്റെ ഗ്രാഫ് വരയ്ക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം x ആക്സിസ് വരയ്ക്കുക, y ആക്സിസ് വരയ്ക്കുക, പോസിറ്റീവ് x ആക്സിസ്, നെഗറ്റീവ് x ആക്സിസ്, പോസിറ്റീവ് y ആക്സിസ്, നെഗറ്റീവ് y ആക്സിസ്. ഇത് ഒറിജിൻ 0, 0, 1, 2, 3, 4, 5, 6, 7, 0, 1, 2, 3, 4, 5, 6, 7, 8, -1, -2, -3, -4, 0, -1, -2, -3, -4 നമ്പേഴ്സ് പ്ലോട്ട് ചെയ്യുക. ഇവിടെ x 0 ആണ്, y 6 ആണ്. ഫസ്റ്റ് കോർഡിനേറ്റ് 0, 6. 0, 6 ഗ്രാഫിൽ മാർക്ക് ചെയ്യുക. 0, x 0, y 6. y 6 ഇതാണ്. 0, 6. 0, 6 എന്ന് പറഞ്ഞ കോർഡിനേറ്റ് ഇതാണ്. 0, 6. നെക്സ്റ്റ് കോർഡിനേറ്റ് 3, 0. x 3, y 0. x 3, y 0. ഇത് x ആക്സിസിലാണ്. x ആക്സിസിൽ y 0 ആണ്. 3, 0. കോർഡിനേറ്റ് 3, 0. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കുക. ഒരു റഫ് ഫിഗർ മാത്രമേ ഇങ്ങനെ വരയ്ക്കാൻ കഴിയുള്ളൂ. ഗ്രാഫ് പേപ്പറിൽ നന്നായിട്ട് വരയ്ക്കുക, കറക്റ്റ് ആൻസർ കിട്ടും. 0, 6ഉം 3, 0യും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു നമ്പർ ലൈൻ വരയ്ക്കുക. അടുത്ത ഗ്രാഫ് കോർഡിനേറ്റ് 0, -2. x 0, y -2. x 0, y -2. ഈ കോർഡിനേറ്റ് 0, -2. അടുത്ത കോർഡിനേറ്റ് 1, 0. x 1, y 0. x ആക്സിസിൽ y 0 ആണെന്ന് അറിയാം. ഈ കോർഡിനേറ്റ് 1, 0. x 1, y 0. x 1, y 0. ഈ കോർഡിനേറ്റ്. ഈ രണ്ട് പോയിന്റ്സും കൂടി ജോയിൻ ചെയ്യുക. 0, -2 എന്ന് പറയുന്ന പോയിന്റും 1, 0 എന്ന് പറയുന്ന പോയിന്റും കൂടി ജോയിൻ ചെയ്യുക. 0, -2, 0, 1 രണ്ട് പോയിന്റ്സും കൂടി കണക്ട് ചെയ്ത് വരയ്ക്കുക. സെക്കൻഡ് ലൈനിന്റെ ഗ്രാഫ് ഇത് സെക്കൻഡ് ലൈനിന്റെ ഗ്രാഫാണ്.
ഇത് ഫസ്റ്റ് ലൈൻ്റെ ഗ്രാഫ്. ഫസ്റ്റ് ഇക്വേഷൻ 2x plus y minus 6 equal to 0. 2x plus y minus 6 equal to 0 യുടെ ഗ്രാഫ് ഇതാണ്. സെക്കൻഡ് ഇക്വേഷൻ 4x minus 2y minus 4 is equal to 0. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ലൈൻസും കൂടി ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തു. ഈ പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തു. ഇവിടെ x 2 ആണ്. 2 ൽ നിന്ന് നമുക്കൊരു ലൈൻ വരച്ചു നോക്കാം. x2. അതുപോലെ y ൽ നിന്ന് y2. x2 y2. കോർഡിനേറ്റ് x2 y2. ഈ രണ്ട് ഇക്വേഷനും കൂടി സോൾവ് ചെയ്താൽ x ന്റെ വാല്യൂ 2 കിട്ടും, y യുടെ വാല്യൂ 2 കിട്ടും. ഗ്രാഫിക്കൽ സൊല്യൂഷൻ 2 2. സൊല്യൂഷൻ 2 2. ഇതിനെ ഷെയ്ഡ് ചെയ്യാം. ഗ്രാഫിക്കൽ അല്ലാതെ ഇക്വേഷൻ സോൾവ് ചെയ്താൽ റിസൾട്ട് എത്ര കിട്ടുമെന്ന് നോക്കാം. ഫസ്റ്റ് ഇക്വേഷൻ 2x plus y is equal to 6. സെക്കൻഡ് ഇക്വേഷൻ 4x minus 2y is equal to 4. ഈ ഇക്വേഷന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ y യുടെ കോഎഫിഷ്യന്റ് രണ്ടും സെയിം ആകും. ഇക്വേഷൻ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 2. 2x ഇൻറ്റു 2 4x plus y ഇൻറ്റു 2 2y is equal to 6 ഇൻറ്റു 2. 6 ഇൻറ്റു 2 12. രണ്ട് ഇക്വേഷൻ കൂടെ ആഡ് ചെയ്യുക. 8x 4x plus 4x 8x minus 2y plus 2y 0 4 plus 12 16. X is equal to 16 divided by 8. 16 divided by 8 2. X equal to 2. Value of x 2. Y യുടെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഇക്വേഷൻ 1ൽ അപ്ലൈ ചെയ്യുക. ഇക്വേഷൻ 1 2x plus y is equal to 6. x ന്റെ വാല്യൂ 2. 2 into x 2 plus y is equal to 6. 2 into 2 4. 4 plus y is equal to 6. Y is equal to 6 minus 4. Y is equal to 2. Solution x is equal to 2. Y is equal to 2. സെയിം സൊല്യൂഷൻ നമുക്ക് ഗ്രാഫ് വരച്ചാലും കിട്ടുന്നതായിരിക്കാം. 2 2. സൊല്യൂഷൻ വാല്യൂ ഓഫ് x 2, വാല്യൂ ഓഫ് y 2. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് a1 by a2, a2 not equal to b1 by b2. b1 by b2. a1 by a2 not equal to b1 by b2 ആണെങ്കിൽ രണ്ട് ലൈൻസും കൂടി ഒരു പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യാം. നമുക്ക് എക്സിനും വൈക്കും ഒരു സൊല്യൂഷനും കിട്ടും. ഇതിനെ കൺസിസ്റ്റന്റ് വിത്ത് യൂണിക് സൊല്യൂഷൻ എന്ന് പറയാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആർ കൺസിസ്റ്റന്റ്? obtain the solution in each case graphically. X minus y is equal to 8. 3x minus 3y is equal to 16. ഇവിടെ രണ്ട് ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഒന്ന് x minus y is equal to 8. സെക്കൻഡ് ഇക്വേഷൻ 3x minus 3y is equal to 16. a1 by a2. a1 ഫസ്റ്റ് ഇക്വേഷനിൽ x ന്റെ കോഎഫിഷ്യന്റ് 1. a2 സെക്കൻഡ് ഇക്വേഷനിൽ x ന്റെ കോഎഫിഷ്യന്റ് a2 3. b1 by b2. b1 ഇക്വേഷൻ 1ൽ y യുടെ കോഎഫിഷ്യന്റ് -1 ഡിവൈഡഡ് ബൈ b2 സെക്കൻഡ് ഇക്വേഷനിൽ y യുടെ കോഎഫിഷ്യന്റ് -3. ഇവിടെ നെഗറ്റീവ് രണ്ടും കൂടെ പോസിറ്റീവ് ആക്കി എഴുതാം. 1/3. b1 by b2 1/3. a1 by a2 1/3 ആണ്. b1 by b2 1/3 ആണ്. അടുത്ത കേസ് നോക്കുക. c1 by c2. c1 8. ഫസ്റ്റ് ഇക്വേഷന്റെ കോൺസ്റ്റന്റ് ടേം 8 ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇക്വേഷന്റെ കോൺസ്റ്റന്റ് ടേം c2 16. ക്യാൻസൽ ചെയ്യാം. 1/2. a1 by a2 1/3 ആണ്. b1 by b2 1/3 ആണ്. രണ്ടും സെയിം ആണ്. a1 by a2 is equal to b1 by b2 1/3 ആണ്. c1 by c2 1/3 അല്ല, അത് ഡിഫറന്റ് ആണ്. നോട്ട് ഈക്വൽ ടു c1 by c2. a1 by a2 is equal to b1 by b2 not equal to c1 by c2. a1 by a2 is equal to b1 by b2 not equal to c1 by c2. System of equation is inconsistent. Consistent അല്ല, inconsistent equation. Inconsistent equation ആണെങ്കിൽ എക്സിനോ വൈക്കോ സൊല്യൂഷൻ ഉണ്ടാവില്ല. No solution. Lines are parallel lines ആയിരിക്കും. രണ്ട് ഗ്രാഫും കൂടെ വരച്ചു കഴിഞ്ഞാൽ പാരലൽ ലൈൻസ് ആയിരിക്കും കിട്ടുന്നത്. a1 by
A2 is equal to B1 by B2 not equal to C1 by C2. Therefore, system of equation is inconsistent, no solution, lines are parallel. First equation, x minus y is equal to 8. X minus y is equal to 8. X coordinate, y coordinate. X ന് 0 കൊടുക്കുക. X ന് 0 കൊടുക്കുമ്പോൾ minus y is equal to 8 എന്ന് കിട്ടും. Y is equal to minus 8. X ന് 0 അപ്ലൈ ചെയ്തു, y minus 8. First equation y ക്ക് 0 അപ്ലൈ ചെയ്യാം. y 0. X minus y 0 is equal to 8. X is equal to 8. Value of x 8. X 8. X ന് 0 അപ്ലൈ ചെയ്താൽ y യുടെ വാല്യൂ minus 8 കിട്ടും. y ക്ക് 0 കൊടുത്താൽ x ന്റെ വാല്യൂ 8 കിട്ടും. അടുത്ത ഇക്വേഷൻ 3x minus 3y is equal to 16. X coordinate, y coordinate. X ന് 0 കൊടുക്കുക. 3 into 0 0 minus 3y is equal to 16. Y is equal to 16 divided by minus 3. X ന് 0 അപ്ലൈ ചെയ്തു. Y യുടെ വാല്യൂ minus 16 by 3 എന്ന് കിട്ടി. 16 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 16 5 into 3 15 റിമൈൻഡർ 1 5.3 minus 5.3 എന്ന് കിട്ടും. X ന് 0 അപ്ലൈ ചെയ്തു. X ന് 0 അപ്ലൈ ചെയ്തു. Y യുടെ വാല്യൂ minus 5.3. Y ക്ക് 0 അപ്ലൈ ചെയ്യാം. Y ക്ക് 0 അപ്ലൈ ചെയ്യുമ്പോൾ 3x minus 3y 3 into 0 3 into 0 0 is equal to 16. X is equal to 16 by 3 5.333 അങ്ങനെ പോകും. X 5.3. രണ്ട് ലൈനിന്റെയും ഗ്രാഫ് വരയ്ക്കാം. X ആക്സിസ് y ആക്സിസ്. X minus x y minus y 0 1 2 3 4 5 6 7 8 9 minus 1 minus 2 minus 3 minus 4 minus 5 minus 6 0 minus 1 minus 2 minus 3 minus 4 minus 5 minus 6 0 1 2 3 4 അങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം x minus y is equal to 8 ന്റെ ഗ്രാഫ് വരയ്ക്കാം. x 0 ആണെങ്കിൽ y minus 8 ആയിരിക്കും. x 0 y minus 8 0 minus 8 minus 7 minus 8 minus 9 0 8 0 minus 8 y minus 8 ഈ കോർഡിനേറ്റ് 0 minus 8 ഈ പോയിന്റ് ആണ് 0 minus 8. അടുത്തത് 8 0 x 8 y 0 8 0 8 0 ഈ രണ്ട് പോയിന്റ്സും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. 0 minus 8 8 0 0 minus 8 8 0. First equation x minus y is equal to 8. X minus y is equal to 8. Second equation 3x minus 3y is equal to 16. X coordinate 0, y coordinate minus 5.3. 0 minus 5.3. 0 minus 5 ഇതാണ് minus 5.3 ഈ പോയിന്റ് ആയിട്ട് എടുക്കുക. 3 0 minus 5.3 y കോർഡിനേറ്റ് നെഗറ്റീവ് ആണ്, അതുകൊണ്ട് താഴേക്കുള്ള പോയിന്റ് എടുക്കുക. നെക്സ്റ്റ് കോർഡിനേറ്റ് 5.30 x 5.3 5.3 5 ഇത് 5 നും 6 നും ഇടയ്ക്ക് 5.3 ഇത് 5.30 5.3 y0 ഈ കോർഡിനേറ്റ്. ഈ രണ്ട് കോർഡിനേറ്റ്സും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുക. 0 minus 5.3 5.30 0 minus 5.3 5.30. ഇത് സെക്കൻഡ് ഇക്വേഷന്റെ ഗ്രാഫ്. സെക്കൻഡ് ഇക്വേഷൻ 2 3x minus 3y is equal to 16. ഈ രണ്ട് ലൈൻസും തമ്മിൽ ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. ഈ രണ്ട് ലൈൻസും പാരലൽ ആയിട്ട് തന്നെ പൊക്കോണ്ടിരിക്കാം. ഫസ്റ്റ് ക്വസ്റ്റനിൽ രണ്ട് ലൈൻസും കൂടെ ഇന്റർസെക്ട് ചെയ്തു. a1 by a2 is not equal to b1 by b2 ആണെങ്കിൽ ലൈൻസ് രണ്ടും കൂടെ ഇന്റർസെക്ട് ചെയ്യും. ഇവിടെ a1 by a2 is equal to b1 by b2 not equal to c1 by c2 ആണ്. അതുകൊണ്ട് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. നോ സൊല്യൂഷൻ. എക്സിനോ വൈക്കോ നമുക്ക് ഇവിടുന്ന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ
Which of the following pairs of linear equations are consistent? Obtain the solution in each case graphically. X plus y is equal to 5. 2x plus 2y is equal to 10. First equation, x plus y is equal to 5. a1 by a2. a1 by a2. First equation le x in the coefficient 1. a1. a1 1 divided by a2. Second equation x in the coefficient 2. 1 by 2. b1 by b2. b1 by b2. First equation y യുടെ coefficient 1 divided by second equation y യുടെ coefficient 2. രണ്ടും സെയിം ആണ്. a1 by a2 is equal to b1 by b2 ആണ്. അതുകൊണ്ട് അടുത്ത റേഷ്യോ നോക്കുക. c1 by c2. c1 5, c2 10. ക്യാൻസൽ ചെയ്യുക. 1 by 2. മൂന്നും സെയിം ആണ്. a1 by a2 is equal to b1 by b2 is equal to c1 by c2. a1 by a2 is equal to b1 by b2 is equal to c1 by c2. Then equations are consistent. Consistent equation is consistent with infinite number of solutions. Infinite number of solutions. a1 by a2 is equal to b1 by b2 is equal to c1 by c2. Then lines are coincident. Coincident lines. Coincident lines. Coincident lines എന്ന് പറഞ്ഞാൽ one and the same line. Points എല്ലാം same ആയിരിക്കും. First equation x plus y is equal to 5. First equation x plus y is equal to 5. x coordinate, y coordinate. First equation x ന് 0 കൊടുക്കുക. x ന് 0 കൊടുക്കുമ്പോൾ 0 plus y is equal to 5. y is equal to 5. x 0 ആകുമ്പോൾ y 5. അടുത്ത y ക്ക് 0 കൊടുക്കുക. y 0 ആകുമ്പോൾ x is equal to 5. x is equal to 5. y coordinate 0. x is equal to 5. Next equation 2x plus 2y is equal to 10. 2x plus 2y is equal to 10. x coordinate, y coordinate. x ന് 0 കൊടുക്കുക. x ന് 0 കൊടുക്കുമ്പോൾ 0 plus 2y is equal to 10. y is equal to 10 divided by 2. y is equal to 5. x ന് 0 അപ്ലൈ ചെയ്തു. y യുടെ റിസൾട്ട് 5. y 0 കൊടുക്കുക. 2x plus y ക്ക് 0 കൊടുത്തു is equal to 10. 2x is equal to 10. x is equal to 10 divided by 2, 5. x is equal to 5. y 0, x coordinate 5. ഇതിന്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. x axis, y axis, x minus x, y minus y, 0, 1, 2, 3, 4, 5, 6, minus 1, minus 2, minus 3, 0, 1, 2, 3, 4, 5, 6, minus 1, minus 2, minus 3, minus 4, minus 5. First equation coordinate x coordinate 0, y coordinate 5. 0, 5. 0, 5. 0, 5 ഈ coordinate. 0, 5. അടുത്ത coordinate 5, 0. 5, 0. x 5, y 0. x 5, y 0. 5, 0. 5, 0 കോർഡിനേറ്റും 0, 5 കോർഡിനേറ്റും ജോയിൻ ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇത് ഇക്വേഷൻ 1. x plus y is equal to 5. Second equation x 0, y 5. x 0, y 5. ഈ കോർഡിനേറ്റ് സെയിം കോർഡിനേറ്റ് x 0, y 5. Next coordinate 5, 0. 5, 0 സെയിം കോർഡിനേറ്റ് 5, 0. 0, 5, 5, 0. ഈ രണ്ട് കോർഡിനേറ്റും ജോയിൻ ചെയ്തുകൊണ്ട് അടുത്ത ലൈൻ വരയ്ക്കുക. അടുത്ത ലൈൻ വരയ്ക്കുമ്പോൾ സെയിം പോയിന്റ്സ് കൂടിയാണ് പാസ് ചെയ്യുന്നത്. സെയിം റെഡ് ലൈനിൽ വരച്ച അതേ പൊസിഷനിൽ തന്നെയാണ് അടുത്ത ഗ്രാഫും. ഫസ്റ്റ് ഇക്വേഷനിൽ വരച്ച അതേ ഗ്രാഫ് തന്നെയാണ് സെക്കൻഡ് ഇക്വേഷനും കിട്ടുന്നത്. സെയിം പോയിന്റ്സ്, വൺ ആൻഡ് സെയിം ലൈൻ. a1 by a2 is equal to b1 by b2 is equal to c1 by c2. Lines are coincident lines. Coincident lines. രണ്ട് ഇക്വേഷന്റെയും ഗ്രാഫുകൾ സെയിം ആയിരിക്കും. ഇത് 2x plus 2y is equal to 10 ന്റെ ഗ്രാഫ്.
കോൺസിഡന്റ് ലൈൻസ് ആയിരിക്കാം. കൺസിസ്റ്റന്റ് വിത്ത് ഇക്വേഷൻസ് ആർ കൺസിസ്റ്റന്റ് വിത്ത് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. കാരണം എക്സിനും വൈക്കും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത അത്ര പോയിന്റ്സ് ഉണ്ട്. ഓരോ പോയിന്റ്സിലും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഗ്രാഫിന്റെ 3 ടൈപ്സ്. കൂടുതൽ ഗ്രാഫുകൾ ബോർഡ് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ഗ്രാഫിന്റെ ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അത് കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോസ് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ്സുകൾ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.